1 Chronicles chapter 4 verse 9 വായിക്കുക. യാബസ് അവന്റെ സ്നേഹിതന്മാരെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഈ ഒരൊറ്റ പ്രാർത്ഥന, യാബസിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് വലിയ ബുക്കുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ സെന്റൻസ് വെച്ചിട്ട്. യാബസിന്റെ പ്രാർത്ഥന, അങ്ങനെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ യാബസ് ഒരു പേര്, ആയിരക്കണക്കിന് പേരുകൾ പറഞ്ഞു പോകുന്നതിനിടയിൽ പരിശുദ്ധാത്മാവ് ഒന്ന് നിർത്തി, എന്നിട്ട് പറഞ്ഞു യാബസ്. ബാക്കി എല്ലാം പേര് പറഞ്ഞു പോയതാണ്. യാബസ് എന്നിട്ട് പറയുകയാണ്, അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? യെസ് ഓർ നോ? ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ. യെസ് ഓർ നോ? യെസ് ഓർ നോ? കാരണം വചനമുണ്ട്. എന്താണ്? ദൈവത്തിന് പക്ഷപാതമില്ല. വിത്ത് ഗോഡ് there is no partiality. ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ. എന്നാ ശ്രദ്ധിച്ചോ, ആ സെന്റൻസ് ശരിയാണ്. എന്നാൽ അടുത്ത സെന്റൻസ് കൂടെ അറിയണം. ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ ബഹുമാന്യരല്ല. ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ ബഹുമാന്യരല്ല. യാബസ് അവന്റെ ബ്രദേഴ്സിനേക്കാൾ കൂടുതൽ, ജേബസ് വാസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. മോർ ഓണറബിൾ. 10,000 പേരിരുന്നാൽ 10,000 പേര് ദൈവത്തിന് ഒരുപോലെ, പക്ഷെ 10,000-ൽ 5 എണ്ണം ദൈവത്തിന് കൂടുതൽ ബഹുമാന്യരായിരിക്കും. എന്ന് പറഞ്ഞാൽ 10,000 എണ്ണം ഒരുമിച്ച് വന്നാൽ ദൈവം 10 എണ്ണത്തോട് പറയും കേറി നിൽക്കടാന്ന് പറയും. മനസ്സിലാവുന്നോ? അപ്പോ അതുകൊണ്ടാണ് സീറോ മലബാർ കുർബാനയിൽ പാടുന്നില്ലേ, ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ആരാണ് ചെറിയവർ, ആരാണ് വലിയവർ? മനസ്സിലായോ? വലിയവർ ആരാണ്? വലിയവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ബഹുമാന്യർ. കൂടുതൽ ബഹുമാന്യർ. സ്വർഗത്തിൽ വലിയവരും ഉണ്ട്, ചെറിയവരും ഉണ്ട്. എന്താ പറഞ്ഞേ? സ്വർഗത്തിൽ വലിയവരും ഉണ്ട്, ചെറിയവരും ഉണ്ട്. പരിശുദ്ധ കന്യകാ മാതാവിന്റെ സ്ഥാനം അല്ല യോസേപ്പ് പിതാവിന്. ശരിയോ തെറ്റോ? ശരി. യോസേപ്പ് പിതാവിന്റെ സ്ഥാനം അല്ല വിശുദ്ധ അന്തോണീസിന്. ശരിയോ തെറ്റോ? ശരി. സ്വർഗത്തിൽ എല്ലാവരും തുല്യരാണ്, പക്ഷെ സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെ ബഹുമാന്യരല്ല. ഓണറിൽ വ്യത്യാസമുണ്ട്. ഓണറിൽ. അപ്പൊ ആഗ്രഹിക്കണം എന്താണ്? മോർ ഓണറബിൾ. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെ ഓണറബിൾ ഏലിയാമ്മ പറയണ്ടേ? സ്വർഗത്തിൽ ചെല്ലുമ്പോ മോർ ഓണറബിൾ. കേരളം മേളിൽ കയറണം എന്ന് പറയും. മേളിൽ നിന്റെ സീറ്റ് ഇവിടെ അല്ല. നമ്മൾ ഏറ്റവും പുറകിൽ പോയിരിക്കുമ്പോ കർത്താവ് വന്നിട്ട് ഉപമയിൽ നീ പുറകിൽ പോയിരിക്കുകയാണ്. അപ്പൊ കർത്താവ് പറയും, മാലാഖമാര് വന്നിട്ട് പറയും, യോ സാർ ഇവിടെ ഇരിക്കുകയാണ്, സാറിന്റെ സീറ്റ് ഇവിടെ അല്ല, മേളിലാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, അപ്പോൾ നീ കൂടുതൽ ബഹുമാന്യനാവും. ദൈവത്തോട് പറ, കർത്താവേ സ്വർഗത്തിൽ കൂടുതൽ ബഹുമാന്യനായിട്ട് മാറാൻ എന്നെ സഹായിക്കണം. കർത്താവേ സ്വർഗത്തിൽ കൂടുതൽ ഇതെന്നറിയാവോ? റിഗ്രറ്റ് ചെയ്യും. റിഗ്രറ്റ് ചെയ്യും അമ്മച്ചി. റിഗ്രറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ? ഖേദിക്കും. എപ്പോ? അവിടെ ചെല്ലുമ്പോ ഖേദിക്കും. ഞാനും ഖേദിക്കും, നീയും ഖേദിക്കും. എന്താണ്? കുറച്ചുകൂടെ ശ്രദ്ധ, കുറച്ചുകൂടെ മര്യാദ, കുറച്ചുകൂടെ എളിമ, കുറച്ചുകൂടെ വിശുദ്ധി, കുറച്ചുകൂടെ പ്രാർത്ഥന, കുറച്ചുകൂടെ പരിത്യാഗം മോർ ഓണറബിൾ ആക്കിയേനെ. അയ്യോ, ഈ പൊട്ടനത് മനസ്സിലായില്ലെന്ന്. അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടാ, അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശുദ്ധീകരണാത്മാക്കൾ ആരുടെയും കാരുണ്യം, പ്രാർത്ഥനയും പരിത്യാഗം കൊണ്ട് വലിഞ്ഞു കയറി മേളിൽ ചെന്നേക്കാം, പക്ഷെ ഓണർ കിട്ടില്ല. ഓണറൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സീറ്റിൽ എവിടെയും പുറകിലത്തെ ബെഞ്ചിലും കാണും, ഇരിക്കാന്നേ ഉള്ളൂ. അപ്പൊ സ്വർഗീയ തേജസ്സിന്റെ മഹിമയുടെ പ്രഭാവത്തിന്റെ തേജസ്സിന്റെ മഹത്വത്തിന്റെ ഗ്ലോറിയുടെ മേളില് നമ്മുടെ വീട്ടിൽ തൂത്തോണ്ടിരുന്ന ചേച്ചി ഇരിക്കുമ്പോ റിഗ്രറ്റ് ചെയ്യും.